ആന്ധ്രാപ്രദേശിൽ ഹോംവർക്ക് പൂർത്തിയാക്കാത്തതിന് അധ്യാപിക മർദ്ദിച്ചതിനെ തുടർന്ന് സ്വകാര്യ സ്കൂളിലെ LKG വിദ്യാർത്ഥിയായ 6 വയസ്സുകാരൻ കുഴഞ്ഞു വീണ് മരിച്ചു. വൺ ടൗൺ ഏരിയയിലുള്ള ലിറ്റിൽ ഗാർഡൻ സ്കൂളിലാണ് സംഭവമുണ്ടായത്. വീട്ടുകാരുടെ ആരോപണം അനുസരിച്ച് സ്കൂളിൽ വെച്ച് അധ്യാപികയുടെ മർദ്ദനമേറ്റതോടെ ഭയന്നുപോയ കുട്ടി കരയുകയും ചുമയ്ക്കുകയും പിന്നീട് കുഴഞ്ഞു വീഴുകയും ചെയ്തു. മരണത്തിന്റെ കൃത്യമായ കാരണം ഇതുവരെ വ്യക്തമായിട്ടില്ല. സ്കൂളിലെ CCTV ദൃശ്യങ്ങളിൽ അധ്യാപിക കുട്ടിയെ വഴക്കു പറയുന്നതും തുടർന്ന് കുട്ടി കരഞ്ഞുകൊണ്ട് കൈകൾ കൂപ്പി കെഞ്ചുന്നതും കാണാം. ഇതിനുശേഷം അധ്യാപിക കുട്ടിയുടെ വസ്ത്രങ്ങൾ ശരിയാക്കിയതിനു ശേഷം കരണത്തടിക്കുന്നു. നിമിഷങ്ങൾക്കകം കുട്ടി അധ്യാപികയുടെ മടിയിലേക്ക് കുഴഞ്ഞു വീഴുകയാണ്. ഇരുന്നു കൊണ്ട് തന്നെ അധ്യാപിക കുട്ടിയെ എഴുന്നേൽപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും കുട്ടി പ്രതികരിക്കുന്നില്ല. കേസ് അന്വേഷണത്തിന്റെ ഭാഗമായി പോലീസ് CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചു വരികയാണ്. കുട്ടി മരിച്ച ശേഷമാണ് ആശുപത്രിയിൽ എത്തിച്ചതെന്ന് ആരോപിച്ച കുടുംബം അധ്യാപികയ്ക്കും സ്കൂൾ മാനേജ്മെന്റിനുമെതിരെ കർശന നടപടി വേണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. സംഭവത്തിൽ കേസ് രജിസ്റ്റർ ചെയ്ത പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. സ്കൂളിൽ ഉണ്ടായിരുന്നവരെ ചോദ്യം ചെയ്തു വരികയാണെന്നും CCTV ദൃശ്യങ്ങളും മറ്റ് തെളിവുകളും പരിശോധിച്ച് സംഭവത്തിൽ കൂടുതൽ വ്യക്തത വരുത്തുമെന്നും ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുകയും ചെയ്തു. സംഭവ ദിവസം സ്കൂളിൽ നിന്ന് ഫോൺ കോളുകളൊന്നും വന്നിരുന്നില്ലെന്നും ഭാര്യ സഹോദരന്റെ സ്ഥലത്ത് ജോലി ചെയ്യുന്ന പാചകക്കാരാണ് വിവരം അറിയിച്ചതെന്നും കുട്ടിയുടെ പിതാവ് പറഞ്ഞു. സ്കൂളിൽ പോകുന്നതിന് മുൻപ് കുട്ടിക്ക് അസുഖമൊന്നും ഉണ്ടായിരുന്നില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. എന്തായാലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നാൽ മാത്രമേ മരണത്തിന്റെ കാര്യത്തിൽ വ്യക്തമായ ഉത്തരം കിട്ടാനാകൂ. അധ്യാപികയുടെ മർദ്ദനത്തെ തുടർന്ന് 6 വയസ്സുകാരൻ മരിച്ച സംഭവം ഹൃദയഭേദകമാണ് എന്ന് ആന്ധ്രാപ്രദേശ് മാനവവിഭവശേഷി വികസന മന്ത്രി നാരാ ലോകേഷ് അനുശോചനം അറിയിച്ചു. കുട്ടിയുടെ മാതാപിതാക്കളെ ആശ്വസിപ്പിച്ചുകൊണ്ട് ലോകേഷ് പറഞ്ഞു, കുറ്റക്കാർക്കും സ്കൂൾ മാനേജ്മെന്റിനുമെതിരെ ഞങ്ങൾ നിയമ നടപടി സ്വീകരിച്ചു വരികയാണ്. ധൈര്യമായിരിക്കൂ. നിങ്ങൾക്ക് സംഭവിച്ച നഷ്ടം നികത്താനാവില്ലെന്നറിയാം. സർക്കാർ എല്ലാവിധത്തിലും നിങ്ങൾക്കൊപ്പമുണ്ടാകും. സംഭവത്തിൽ ഭാരതീയ ന്യായ സംഹിത സെക്ഷൻ 194 പ്രകാരം FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. എന്തായാലും വളരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങളും ആരോപണങ്ങളുമാണ് ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നത്. അധ്യാപിക അത്രത്തോളം ശക്തമായിട്ടായിരുന്നു കരണത്തടിച്ചത്. ഇതിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ എത്രത്തോളം ക്രൂരമായിട്ടാണ് ആ കുട്ടിയോട് പെരുമാറിയതെന്ന് വ്യക്തമാകും. അതുകൊണ്ട് തന്നെയാണ് കൂടുതൽ അന്വേഷണത്തിന് ഇപ്പോൾ പോലീസ് ശ്രമിക്കുന്നത്. എന്തായാലും കുട്ടിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നാൽ മാത്രമേ കൂടുതൽ കാര്യങ്ങളിൽ വ്യക്തത വരൂ.